നമ്മളുടെ ജീവിതത്തിലെ എപ്പോഴെങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കഥയുണ്ട്. ദ സ്റ്റോറി ഓഫ് യൂനുസ് അലൈഹിസ്സലാം. അതെ, യൂനുസ് നബിയുടെ കഥ. ദുർമാർഗികളായ ഒരു സമൂഹത്തിലേക്കായിരുന്നു യൂനുസ് നബിയെ അള്ളാഹു താല അയച്ചത്. അദ്ദേഹം അവരെ ഏകനായ അള്ളാഹുവിലേക്ക് പലവട്ടം ക്ഷണിച്ചെങ്കിലും അവരതൊന്നും ചെവികൊണ്ടില്ല. ഒടുവിൽ അവരുടെ നിഷേധത്തെ മനനൊന്ത് അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് കാത്തു നിൽക്കാതെ യൂനുസ് നബി ആ സമൂഹം വിട്ടുപോയി. മനുഷ്യ സഹജമായ ഒരു ക്ഷമയില്ലായ്മ അന്നേരം അദ്ദേഹത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിയിട്ടതും. കടൽമാർഗ യാത്ര ചെയ്യവേ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ആ കപ്പൽ ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു. ഒരാളെ ബലി കൊടുത്താൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ എന്നൊരു ചിന്ത വന്നപ്പോൾ എല്ലാവരും കൂടി നറുക്കെടുത്തു. ആ നറുക്കെടുത്തതിൽ യൂനുസ് നബിയുടെ പേര് തന്നെ വീഴുകയും ചെയ്തു. അദ്ദേഹത്തെ കടലിലേക്ക് തള്ളിയിട്ടു. അപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഭീമാകാരമായൊരു തിമിംഗലം അദ്ദേഹത്തെ വിഴുങ്ങി. രാത്രിയുടെ ഇരുട്ട്, കടലിലെ ഇരുട്ട്, ആ ഭീമാകാരമായ തിമിംഗലത്തിൻ്റെ വയറിനുള്ളിലെ ഇരുട്ട്, അങ്ങനെ മൂന്നിരുട്ടുകൾക്കപ്പുറം, ഭീകരമായ മൂന്നിരുട്ടുകൾക്കപ്പുറം യൂനുസ് നബി അകപ്പെട്ടുപോയി. നിസ്സഹായതയുടെയും ഏകാന്തതയുടെയും ആ അവസരത്തിൽ യൂനുസ് നബി അള്ളാഹുവിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം മനമുരുകി പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. താൻ ചെയ്ത പാളിച്ച അദ്ദേഹം ഏറ്റുപറഞ്ഞു. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തി. തിമിംഗലം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അദ്ദേഹത്തെ വിജനമായ ഒരു സ്ഥലത്ത് സുരക്ഷിതമായി ഉപേക്ഷിച്ചു. നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും തെറ്റുപറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ യൂനുസ് നബിയെ പോലെ അള്ളാഹുവിലേക്ക് തിരിയുക. എത്ര വലിയ ഇരുട്ടിലാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും അള്ളാഹുവിലുള്ള വിശ്വാസം കൈവിടാതിരിക്കുക. അള്ളാഹുവിനെ ഓർക്കുന്നവനെ അവൻ ഒരു നാളിലും കൈവിടില്ല. ഇസ്ലാമിക് ജേർണൽ സീരീസിൻ്റെ ആദ്യത്തെ പാർട്ടാണിത്. നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും ചരിത്രം കേൾക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.